ഭാരം വലിയതോ നുകം താങ്ങുവാൻ കഠിനമോ, ഭാരം വലിയതോ നുകം താങ്ങുവാൻ കഠിനമോ, സ്നേഹിതർ ദൂഷിക്കുന്നോ താങ്ങും കരങ്ങളുണ്ട്, നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും, ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നിങ്ങൾക്ക് തരുന്ന വചനം 112 സങ്കീർത്തനം അതിൻ്റെ 1-2 വാക്യങ്ങളാണ്. യഹോവയെ സ്തുതിക്കുവിൻ, യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും, നേരിലുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. യഹോവയെ സ്തുതിക്കുക, യഹോവയെ ഭയപ്പെടുക, അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുക. ഇതൊക്കെ ഒരു കൽപ്പന പോലെ ഇവിടെ കിടക്കുകയാണ്. സ്തുതിക്കുക, ഭയപ്പെടുക, ഏറ്റവും ഇഷ്ടപ്പെടുക. അത് കേട്ട് ആരെങ്കിലും അതിഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവന് കൊടുക്കുന്നൊരു പേരാണ് അനുഗ്രഹിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. അതെന്താണ്? ദൈവത്തെ സ്തുതിക്കുന്നവരും ദൈവത്തെ ഭയപ്പെടുന്നവരും ദൈവത്തെ സ്നേഹിക്കുന്നവരും അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന് പറയുന്ന കാര്യം അതിന് തൊട്ട് താഴെ പറയാണ്, അതിൻ്റെ റിസൾട്ട് തൊട്ട് താഴെ പറയാണ്, അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. തലമുറകളിൽ ഒരു ഉയർച്ച നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ലക്ഷങ്ങൾ നിങ്ങൾ അക്കൗണ്ടിൽ ഇടുന്നതിനേക്കാൾ, ഏക്കറുകൾ അവർക്ക് വേർതിരിക്കുന്നതിനേക്കാൾ ഏറ്റവും പ്രോഫിറ്റാണ് നിങ്ങൾ ദൈവഭയത്തിലും ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചും ജീവിച്ചാൽ അത് തലമുറയ്ക്ക് വേണ്ടിയുള്ള വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റാണ്. ആമേൻ. നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഒത്തിരി ഒന്നും കരുതിയിട്ടില്ലെന്ന് ചിലപ്പോൾ നിങ്ങൾ ആകുലപ്പെടുന്നുണ്ടായിരിക്കാം. എൻ്റെ തലമുറ എങ്ങനെ ജീവിക്കും? അവർക്ക് വേണ്ടി ഞാൻ സ്വത്തും സമ്പത്തും ഒന്നും സ്വരൂപിച്ചിട്ടില്ലല്ലോ എന്ന്, ഇനി എനിക്കതിനുള്ള ആരോഗ്യമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇന്നത്തെ ദൈവശബ്ദം, നിങ്ങൾ പ്രാർത്ഥിച്ചില്ലേ, നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെ നടന്നില്ലേ, അത് തന്നെ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻ്റാണ്. അബ്രഹാം ദൈവത്തിൻ്റെ കൂടെ നടന്നു, ദൈവത്തെ ഭയപ്പെട്ടു, ദൈവത്തിൻ്റെ കൽപ്പനയെ അനുസരിച്ചു. ഇന്നും അവൻ്റെ തലമുറ ഭൂമിയിൽ ബലപ്പെട്ടിരിക്കുക. ഒരു സന്തതി കഴിഞ്ഞോ 1000 സന്തതികൾ കഴിഞ്ഞൊന്നും തീർന്നില്ല, ഇന്നും ബലപ്പെട്ടിരിക്കുക. ആമേൻ. ആകാശമുള്ളിടത്തോളം അവർ ബലപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടും സ്തുതിക്കുന്നത് കൊണ്ടും ഭയപ്പെടുന്നത് കൊണ്ടും ഭയങ്കര അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. ഇവിടെ കൊണ്ട് തീരുന്നില്ല കേട്ടോ. അടുത്ത വചനം പറയുകയാണ്, ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകുമെന്ന്, അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുമെന്ന്. ഐശ്വര്യം സമ്പത്ത് അവൻ്റെ വീട്ടിൽ ഉണ്ടാകും. ഒരു വൃക്ഷഫലം കുഴിച്ചിട്ടാൽ അത് കിളിർത്തു വരുന്നത് പോലെ, അത് ഉണ്ടായി വരുന്നത് പോലെ പ്രാർത്ഥിക്കുന്നവനെ, സ്തുതിക്കുന്നവനെ, ആരാധിക്കുന്നവനെ, ദൈവത്തെ ഭയപ്പെടുന്നവനെ ചിലത് ഉണ്ടായി വരാൻ പോയി കേട്ടോ. എന്താ ഉണ്ടാകുന്നത്? ഐശ്വര്യം ഉണ്ടാകും. എന്താ ഉണ്ടാകുന്നത്? സമ്പത്തുണ്ടാകും. പിന്നെ താഴേക്ക് വരുമ്പോൾ പറയാണ്, അവന് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കും. ഹല്ലേലൂയ. കൃപയും കരുണയും നീതിയും ഉള്ളവനാകും. എനിക്ക് തൊട്ട് താഴേക്ക് ഒരു വചനമുണ്ട്, എല്ലാം പറയാൻ അങ്ങ് ആവേശം വരുന്നു.
ദുർവർത്തമാന നിമിത്തം അവൻ ഭയപ്പെടുകയില്ല. അവൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. എന്നിട്ട് തൊട്ട് താഴെ വാക്കുണ്ട്, ദുഷ്ടനത് കണ്ട് വ്യസനിക്കും. അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോവും. ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. ആമേൻ. ഇത്രയും വലിയ ബ്ലെസ്സിങ് ആർക്കാ ലഭിക്കുന്നേ? ദൈവത്തെ സ്തുതിക്കുന്നവന്, ദൈവത്തെ ഭയപ്പെടുന്നവന്, ദൈവത്തെ സ്നേഹിക്കുന്നവന്. ഈ ചെറിയ ജീവിതത്തിൽ നിങ്ങൾ കർത്താവിനെ സ്തുതിക്കാനും സ്നേഹിക്കാനും കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുവാനും എടുത്ത ആ തീരുമാനമുണ്ടല്ലോ, അതാണ് ഏറ്റവും നല്ല തീരുമാനം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടിയുള്ള വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ ബാങ്കിൽ കിടക്കുന്ന പണമല്ല കേട്ടോ, നിങ്ങളുടെ ഈ ദൈവത്തിൻ്റെ കൂടെയുള്ള ഈ നടപ്പാണ്. യെസ്, ധൈര്യപ്പെടുക. തലമുറകളൊന്നും തകർന്നു പോകത്തില്ല. അവർക്ക് വേണ്ടി ഇരുട്ടിലെ നിക്ഷേപത്തെയും മറവിടത്തിലെ ഗുപ്തനതയും ദൈവം ഒരുക്കും. ഞാൻ ഈ വചനം പറയുമ്പോൾ തലമുറകൾക്ക് വേണ്ടി എനിക്കൊന്നും കരുതാൻ പറ്റിയിട്ടില്ല എന്ന് ഭാരപ്പെടുന്ന ചിലർ, എനിക്കതിനുള്ള ആരോഗ്യവുമില്ല എന്ന് ചിന്തിക്കുന്ന ചിലർ. പക്ഷെ നിന്റെ തലമുറ നാളെ നിന്നെ നോക്കി പറയും, ആമേൻ, നിങ്ങൾ ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ സമ്പത്ത് യേശുവിനെയാണ്, വചനമാണ്, പരിശുദ്ധാത്മാവാണ്, ആമേൻ, സുവിശേഷമാണ്. അത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയെങ്കിൽ അവർ ഈ ലോകം മുഴുവൻ നേടിയതിനേക്കാൾ അത്ഭുതമാണ് എന്ന് ഞാൻ നിങ്ങളെ ഉറപ്പിക്കുന്നു. ധൈര്യമായിരിക്കുക. മാതാവേ, പിതാവേ, സഹോദരങ്ങളെ, ധൈര്യമായിരിക്കുക. മാതാപിതാക്കൾ നിങ്ങൾക്ക് യേശുവിനെ തന്നിട്ടുണ്ടോ? മക്കളെ, അതിനേക്കാൾ വലിയൊരു സമ്പത്തില്ല കേട്ടോ. ആമേൻ, ആമേൻ. പുഴുവൊക്കെ തകർത്ത് കളയുന്ന, തുരുമ്പും കെടുത്തി കളയുന്ന ഈ ഭൂമിയിലെ ഒരു നിക്ഷേപത്തെക്കാൾ വലിയ നിക്ഷേപമാണ് നിങ്ങൾക്ക് ആമേൻ യേശുവിനെ ലഭിച്ചത്. ആമേൻ. അത് ലഭിച്ചെങ്കിൽ സന്തോഷിക്കുക. ആമേൻ. എല്ലാ നന്മകളും നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് രാവിലെ നൽകിയ നല്ല വചനത്തിന് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങയെ ഭയപ്പെടും. യേശുവേ, അങ്ങ് ഞങ്ങൾക്ക് ഒരുക്കി വച്ചിരിക്കുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം ചെയ്യും. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ഞങ്ങളുടെ തലമുറകൾക്കായിട്ട് കർത്താവ് വിതയ്ക്കുകയാണ്. അപ്പോൾ കർത്താവെ, ഞങ്ങളുടെ തലമുറകൾക്ക് കർത്താവ് നന്മകളെ വിതയ്ക്കുകയാണ്, യേശുവിനെ കൊടുക്കുകയാണ്. കർത്താവെ, യേശുപ്പയുടെ തലമുറകൾ ആരും നശിച്ചു പോകാതെ വണ്ണം പരിശുദ്ധാത്മാവെ അങ്ങ് സൂക്ഷിക്കുന്നതിന് നന്ദി പറയും. കർത്താവെ, അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞങ്ങളുടെ മീതെ പകരുന്നതിന് നന്ദി പറയും. ഐശ്വര്യം സമ്പത്ത് ഞങ്ങൾക്ക് നൽകുന്നതിന് സ്തോത്രം ചെയ്യും. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് വെളിച്ചത്തെ ഉദിപ്പിക്കുമാറാകുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പിതാവെ, ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ കർത്താവെ അങ്ങ് പ്രകാശമായി കർത്താവെ വ്യാപരിക്കാൻ പോകുന്നതിന് സ്തോത്രം ചെയ്യും. എല്ലാ പ്രശ്നങ്ങൾ, തകർച്ചകളെ മാറ്റുന്നു, ഇരുട്ടുകളെ മാറ്റുന്ന യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് എല്ലാ വിധത്തിലുമുള്ള അനുഗ്രഹങ്ങളെ പകർന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയെ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സർവ്വ നന്മകളാലും അനുഗ്രഹങ്ങളാലും അവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ഇന്നത്തെ ദിവസം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. കർത്താവ്, ഞങ്ങൾ ഈ ജനത്തെ കുടുംബമായി അനുഗ്രഹിച്ച് ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു. ഇവർ ഇന്ന് യാത്ര ചെയ്യുന്ന എല്ലാ യാത്രകളിലും കർത്താവ് കൂടി ഇരിക്കട്ടെ. ഇവരുടെ ബിസിനസ്, ഇവരുടെ കുഞ്ഞുങ്ങളുടെ പഠനം, ഇവരുടെ ആമേൻ ലക്ഷ്യങ്ങൾ, ഡെസ്റ്റിനി എല്ലാം ബ്ലെസ്ഡ് ആകട്ടെ. അനുഗ്രഹിക്കുന്നു. കുടുംബമായി ഞങ്ങൾ ആശീർവദിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സന്തോഷമായിരിക്കുക. ആമേൻ. കർത്താവിൻ്റെ കൂടെ നടക്കുക. ഈ വചനങ്ങൾ നിങ്ങൾക്ക് പ്രയോജനമാകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നതിൽ സന്തോഷിക്കുന്നു. മറ്റുള്ളവരിലേക്കും ഇതിനെ പങ്കുവെക്കുക. ഗോഡ് ബ്ലെസ് യു. നാളെ നമുക്ക് കാണാം. ശലോം.